തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങി. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട. പാലായിൽ ചെയർമാൻ ജോസ് കെ മാണിയുടെ രണ്ടാം തോൽവിയും ചർച്ചയാകും. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ സിറ്റിംഗ് എംഎൽഎമാരുടെ പരാജയവും പ്രതിനിധികൾ യോഗത്തിൽ ഉയർത്തും. സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതാണ് LDFന് ഭരണം നഷ്ടമാകാൻ കാരണമെന്നായിരുന്നു പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. എല്ലാ വിഷയവും ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് കാണാം. ആവശ്യത്തിനൊക്കെയുള്ള ചർച്ചകളൊക്കെ നടത്തും. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അത് ഈ തോൽവിക്ക് കാരണം മാറാതിരുന്നതാണ്, അത് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ. ഇതെല്ലാം നമുക്ക് ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, മത്സരിച്ച 12 തോൽവി, കനത്ത പരാജയം എമ്മിന് നേരിടേണ്ടി വന്നു. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഈ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിമത സ്വരം ഉയരാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ദിവ്യ, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കടന്നു പോകുന്നത്. പാർട്ടി മത്സരിച്ച 12 സീറ്റിൽ 12 പേരും തോറ്റു. ചെയർമാനും സിറ്റിംഗ് എംഎൽഎമാരും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ തോറ്റു. ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭയിൽ പോലും പ്രാതിനിധ്യമില്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ 1969 ശേഷം നിയമസഭയിൽ ഒരു പ്രതിനിധി പോലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി. എന്തായാലും പാർട്ടിയുടെ നിലനിൽപ്പും ചിഹ്നവും അടക്കം സംസ്ഥാന പദവിയും അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വേളയിലാണ് ഇന്നിപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ യോഗം തുടങ്ങിയിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വിശദമായി ഈ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പ്രത്യേകിച്ച് UDFിലേക്കുള്ള ക്ഷണവും ആ ക്ഷണം നിരസിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമാണ്. നമുക്കറിയാം, ഇടുക്കിയിൽ നിന്നടക്കം ചില പ്രാദേശിക നേതാക്കൾ പരസ്യമായി പ്രതിഷേധം അറിയിക്കുകയും അവരെ പാർട്ടി നടപടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ചിലർ പരസ്യമായി പറഞ്ഞുവെങ്കിലും മറ്റു കൂടുതൽ ഭൂരിഭാഗം നേതാക്കൾക്കിടയിലും അമർഷം പുകയുന്നുണ്ട്. ആഭ്യന്തരമായി അത് പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധത്തിനും അതൃപ്തിക്കുമൊക്കെയും ഇടയാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും അന്നത്തെ തീരുമാനം തെറ്റായിപ്പോയി. അതിന് കാരണക്കാരായത് പ്രത്യേകിച്ച് UDFിലേക്ക് മടങ്ങേണ്ട LDFിൽ ഉറച്ചു നിൽക്കണമെന്ന് പ്രധാന നിലപാടെടുത്തത് മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ റാന്നി MLAയുമായ പ്രമോദ് നാരായണന്മാർ ആയിരുന്നു. ഇവരടക്കം ഇന്ന് വിമർശനത്തിന്റെ മുന്നിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജോസ് കെ മാണി പാലായിൽ മികച്ച മത്സരം കാഴ്ചവെച്ചു എന്നുള്ള വിലയിരുത്തൽ കേരള കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് വോട്ട് ഉയർത്താൻ കഴിഞ്ഞു. പക്ഷേ അവിടെ BJPയുടെ സ്വാധീനം വലിയ തിരിച്ചടിയായി. അതേസമയം തന്നെ സംസ്ഥാന വ്യാപകമായി അടിച്ച ഭരണവിരുദ്ധ വികാരം അതും കേരള കോൺഗ്രസിന് ക്ഷീണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രാഥമിക വിലയിരുത്തൽ. അക്കാര്യങ്ങളടക്കം ചർച്ച ചെയ്യും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദമായി കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നു. വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. ഈ വിഷയങ്ങളൊക്കെയും വിമർശനമായും പ്രതികരണങ്ങളായും ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ദിവ്യ, തോൽവി അടിമുടി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് എം. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുകയാണ്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.